വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഫോട്ടോഗ്രാഫർമാർ ക്യാമറ ഫോക്കസ് ചെയ്തതിന് ശേഷം പറയുന്ന വാക്കാണ് സ്മൈൽ പ്ലീസ്. പുഞ്ചിരിക്കുമ്പോഴാണ് യഥാർത്ഥ സൗന്ദര്യം ക്യാമറയിൽ പതിയുന്നത്. സന്തോഷിക്കുന്ന ഹൃദയത്തിൽ നിന്ന് മാത്രം പുറത്തു വരുന്നതാണ് പുഞ്ചിരി. ഹൃദയ നിർമ്മലതയുള്ളവർക്ക് മാത്രമേ പുഞ്ചിരിക്കുവാൻ സാധിക്കുള്ളൂ. മലയാള മനോരമയിലെ ഇന്നത്തെ ചിന്താവിഷയം എന്ന പേരിൽ വന്ന ഒരു സന്ദേശത്തിൻ്റെ തലവാചകം ഒരു പുഞ്ചിരി എൻ്റെ ജീവൻ രക്ഷിച്ചു എന്നായിരുന്നു. ജർമ്മനിയിൽ നാറ്റ്സി ഭീകരവാഴ്ചയുടെ സന്ദർഭം. ഒരു സ്പെയിൻകാരൻ ബന്ധിക്കപ്പെട്ടു, തടവറയിലായി. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ കൂടി തുടർന്നുള്ള കഥ നമുക്ക് കേൾക്കാം. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ട് ജീവൻ അവസാനിക്കുമെന്ന് ഭയപ്പെട്ട് നിമിഷങ്ങൾ എണ്ണിക്കഴിയുകയായിരുന്നു ഞാൻ. എൻ്റെ ശരീരം മുഴുവൻ വിറയിൽ ബാധിച്ചതുപോലെ തോന്നി. നല്ല വിയർപ്പുമുണ്ട്. പുകവലി പരിചയമുള്ള ഞാൻ ഒരു സിഗരറ്റ് വലിക്കുവാൻ ആഗ്രഹിച്ച് പോക്കറ്റിൽ തപ്പി ഒരു സിഗരറ്റ് എടുത്തു. പക്ഷേ ലൈറ്റർ കൂടെയില്ല. അത് വാതിക്കൽ വെച്ച് സൂക്ഷിപ്പുകാർ നീക്കം ചെയ്തിരുന്നു. കമ്പികൾക്കിടയിൽ കൂടി ജയിൽ സൂക്ഷിപ്പുകാരനെ നോക്കി. അയാൾ വളരെ ഗൗരവത്തോടെ പുറത്തെ കസേരയിൽ ഇരിക്കുന്നു. അയാളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ചെറിയ ശബ്ദമുണ്ടാക്കി. ഫലം കണ്ടില്ല. സിഗരറ്റ് ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു ലൈറ്റർ നൽകണമേ എന്നപേക്ഷിച്ചു. അപ്പോൾ അയാൾ ഗൗരവമിടാതെ എൻ്റെ അടുക്കൽ വന്നു. ഏറ്റവും അടുത്ത് വന്നപ്പോൾ ഭയനിമിത്തമോ ഉത്കണ്ഠ ഉയർന്നതോ എന്തായാലും ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. ആശ്ചര്യമെന്ന് പറയട്ടെ, അപ്പോൾ അയാളും ഒന്ന് പുഞ്ചിരിച്ചു. മഞ്ഞുമല ഉരുകിയ അനുഭവം എന്ന് പറയാം. എൻ്റെ കണ്ണിൽ കൂടി നീർത്തുള്ളികൾ വീണുകൊണ്ടിരുന്നു. ആസന്നമായ മരണത്തെക്കുറിച്ചുള്ള ഭയമായിരുന്നു എൻ്റെ കണ്ണുനീർ. എൻ്റെ കണ്ണുനീർ അയാളുടെ മനസ്സിനെ ചലിപ്പിച്ചു. അയാൾ ചോദിച്ചു, താങ്കൾ കുടുംബമുണ്ടോ? എത്ര കുട്ടികളുണ്ട്? ഞാൻ വേഗം എൻ്റെ പേഴ്സ് പോക്കറ്റിൽ നിന്നെടുത്ത് കുടുംബത്തിൻ്റെ ഫോട്ടോ കാണിച്ചു. പറഞ്ഞു, ഇതാ എൻ്റെ മക്കൾ. എനിക്ക് അവരെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു. അവരെ ഒന്ന് അവസാനമായി കാണുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ എന്നെ സാന്ത്വനപ്പെടുത്തുവാൻ തക്കവണ്ണം അയാളുടെ പേഴ്സിൽ നിന്നും സ്വന്തം കുടുംബത്തിൻ്റെ ചിത്രം എന്നെ കാണിച്ചു. മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും എന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുത്ത ചർച്ചയിൽ ആയി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. മറ്റൊരു വാക്കും പറയാതെ അയാൾ ജയിലിൻ്റെ വാതിൽ തുറന്നു. നിശബ്ദമായി പിൻവശത്തു കൂടി എന്നെ പുറത്തേക്ക് നയിച്ചു. ഞാൻ സ്വപ്നലോകത്തിൽ എന്ന പോലെ അയാളെ പിൻചെന്നു. നഗരത്തിന് പുറത്ത് എത്തിയപ്പോൾ എന്നെ സ്വതന്ത്രനാക്കി അയാൾ തിരിഞ്ഞു പോലും നോക്കാതെ മടങ്ങിപ്പോയി. ഞാൻ എപ്പോഴും സ്വപ്നലോകത്തിൽ കഴിയുന്നത് പോലെ ആയി. 1 മിനിറ്റ് ശേഷം ആരോടൊന്നില്ലാതെ ഞാൻ ഉറക്കെ പറഞ്ഞു, മൈ ലൈഫ് വാസ് സേവ്ഡ് ബൈ എ സ്മൈൽ. ഒരു പുഞ്ചിരിയാൽ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. പിന്നീട് ഞാൻ പുഞ്ചിരിയുടെ പ്രാധാന്യത്തെപ്പറ്റിയും സാധ്യതകളെപ്പറ്റിയും ചിന്തിക്കുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ കഥ പറയുന്നത് നാം നമ്മുടെ ഗൗരവഭാവം വെടിഞ്ഞ് പരസ്പരം പുഞ്ചിരി കൈമാറി എങ്കിൽ സാമൂഹിക ബന്ധങ്ങൾ എത്ര മെച്ചപ്പെടുമെന്ന് ഓർത്തുകൊണ്ടാണ്. മദർ തെരേസ പറഞ്ഞ ചില വാക്കുകൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. പരസ്പരം പുഞ്ചിരിക്കുക, ജീവിത പങ്കാളിയോട് പുഞ്ചിരിക്കുക, മക്കളോട് പുഞ്ചിരിക്കുക, പരസ്പരം പുഞ്ചിരി കൈമാറുക. അത് പരസ്പരം കൂടുതൽ സ്നേഹബന്ധത്തിന് സഹായിക്കും. നമുക്കെങ്ങനെ പുഞ്ചിരിക്കുവാൻ സാധിക്കും? ഭക്തിയുടെ മൂടുപടം അണിയുന്നവർക്ക് പുഞ്ചിരിക്കുവാൻ കഴിയില്ല. പുഞ്ചിരി ഹൃദയം സന്തോഷിക്കുമ്പോൾ പുറത്തു വരുന്ന ഭാവമാണ്. ഹൃദയം സന്തോഷിക്കണമെങ്കിൽ യേശുക്രിസ്തുവുമായി ബന്ധമുണ്ടാവണം. കർത്താവ് പറഞ്ഞു, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് സംസാരിച്ചിരിക്കുന്നു. യോഹന്നാൻ 15:11. മുന്തിരിവള്ളിയുടെ ഉപമ പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. ക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയും വിശ്വാസികൾ കൊമ്പുകളുമാണ്. കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയോട് സജീവ ബന്ധമുണ്ടായിരിക്കണം.
അപ്പോൾ മാത്രമേ ഫലം കായ്ക്കുള്ളൂ. ക്രിസ്തുവിനോടുള്ള സജീവവും നിരന്തരവുമായ കൂട്ടായ്മ ബന്ധമാണ് ഫലം കായ്ക്കുവാൻ വിശ്വാസിയെ സഹായിക്കുന്നത്. കൂട്ടായ്മ ബന്ധത്തിൽ കൂടി പുറത്തു വരുന്ന ഫലമാണ് സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, ദയ തുടങ്ങിയവ. ഹൃദയത്തിൽ വരുന്ന സന്തോഷമാണ് മുഖത്ത് പ്രകടമാകുന്ന പുഞ്ചിരി. പുഞ്ചിരി പരസ്പരമുള്ള സ്നേഹത്തെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നു. ദുഃഖിക്കുന്ന, വേദനിക്കുന്ന ഒരു മനസ്സിന് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ നമ്മുടെ പുഞ്ചിരിക്ക് സാധിക്കും. കോപിഷ്ഠരെ ശാന്തരാക്കുവാൻ പുഞ്ചിരിക്ക് സാധിക്കും. ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ പോലും പുഞ്ചിരി ഇല്ലാതാക്കാം. യേശുക്രിസ്തുവിൽ കൂടി മാത്രം ലഭിക്കുന്ന സന്തോഷത്തെ സ്വീകരിച്ച് പുഞ്ചിരിയിൽ കൂടി വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കാം. കർത്താവേ, സന്തോഷിക്കുന്ന ഹൃദയമുള്ളവരായി പുഞ്ചിരിയിൽ കൂടി സ്നേഹത്തെ പുഷ്ടിപ്പെടുത്തുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. എല്ലാ നേരത്തിലും